Without drawing coordinate axis, mark each pair of points below with left, right, top, bottom position correct. Find the other coordinate of the rectangle drawn with this as opposite vertices and sides parallel to the axis. അതായത് അക്ഷങ്ങൾ വരക്കാതെ ചുവടെ പറഞ്ഞിരിക്കുന്ന ബിന്ദുക്കളുടെ ജോഡികൾ ഇടത് വലത് മേൽകീഴ് സ്ഥാനങ്ങൾ ശരിയായി അടയാളപ്പെടുത്തുക. വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമായും ഈ ബിന്ദുക്കൾ എതിർമൂലകളായും വരയ്ക്കുന്ന ചതുരങ്ങളുടെ മറ്റു മൂലകളുടെ സൂചകസംഖ്യകൾ കണ്ടുപിടിക്കുക. സംഭവത്തിലേ ഉള്ളൂ ഈ രണ്ട് പോയിന്റുകൾ എതിർമൂലകളായിട്ട് വരുന്ന റെക്ടാങ്കിൾസ് വരക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാം നമുക്ക് എല്ലാം ഇങ്ങനെ വരച്ചാണ്ട് നോക്കാം കേട്ടോ. എല്ലാം ഇവിടെ റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റത്തെ ഈ പോയിന്റ് ആണ് ഞാൻ വരക്കുന്നത് കേട്ടോ. അതെങ്ങനെയാ വരുന്നത് നോക്കിക്കോ. ആദ്യം എക്സ് എടുക്കുക. ആദ്യം എക്സ് 1 3 1. ഞാൻ പറഞ്ഞു എപ്പോഴും കോർഡിനേറ്റ് ആക്സിസ് വരക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ഐഡിയ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. ഇടത്ത് നിന്നും വലത്തോട്ട് പോകുമ്പോൾ എക്സിന്റെ വില കൂടും. ഓക്കെ, ഇടത്ത് നിന്നും വലത്തോട്ട് പോകുമ്പോൾ എക്സിന്റെ വില കൂടും. താഴെ നിന്നും മുകളിലോട്ട് പോകുമ്പോൾ വൈയുടെ വില കൂടും. വൈ ആക്സിസ് ആണല്ലോ വില ഇങ്ങനെ നിൽക്കുന്നത്, അല്ല കുത്തനെ നിൽക്കുന്നത്. അപ്പോ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ എക്സിന്റെ വില കൂടും, താഴത്തുനിന്ന് മേലേക്ക് പോകുമ്പോൾ വൈയുടെ വില കൂടും. അപ്പോ ഇവിടെ നമുക്ക് 2 എക്സ് ഉണ്ട്, 1 3 1 7. അപ്പൊ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോ എക്സിന്റെ വില കൂടണം. അപ്പൊ ഇവിടെ 3 വരും, ഇവിടെ 7 വരും. അതേപോലെ ഇവിടെയും 3 7. ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. y ഞാൻ പറഞ്ഞു താഴത്തുനിന്ന് മേലേക്ക് പോകുമ്പോൾ y എന്ത് ചെയ്യണം? കൂടണം. അപ്പൊ 5 8 ചെറുത് താഴെ വരണം. അപ്പൊ 5 8 ഇവിടെ അതേപോലെ തന്നെ ചെറുത് താഴെ വലുത് മേലെ. ഇപ്പൊ 4 മൂലകളായാലേ. ഇനി 3 5 7 8 ഇല്ലേ നോക്കിയത്. 3 5 ഇതവിടെ, 7 8 ഇതവിടെ. ഓപ്പോസിറ്റ് മൂലകളായിട്ട് വന്നില്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തത് നമുക്ക് വരക്കാം. ഇതേപോലെ റെക്ടാങ്കിൾ വരച്ചു. സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് വരക്കാം. റെക്ടാങ്കിൾ ആയിട്ട് തന്നെ തോന്നണം. ആദ്യം എക്സ് എടുക്കുക. 6 5. ഏതാ ചെറുത്? 5. അപ്പൊ 5 ഇടത് ഭാഗത്തും വരണം, 6 വലത് ഭാഗത്തും വരണം. 5 6 5 6. ഇനി y എടുക്കണം. 2 4. ചെറുത് ഏതാ? 2. അപ്പൊ ചെറുത് താഴെ. ഇവിടെ 2, ഇവിടെ 4. 2 4. ഇനി ഓപ്പോസിറ്റ് ആയിട്ട് വന്നില്ലേ നോക്കിയേ. 6 2 5 4. കണ്ടോ? ഇനി അടുത്ത് മൂന്നാമത്തെ ഒരു റെക്ടാങ്കിൾ വരച്ചു. ഇനി -3 -7. -3 -7 ഇതിൽ ഏതാ ചെറുത് ഏതാ വലുത്? ആർക്ക് പറയാൻ പറ്റും? ഓക്കെ, അതായത് -3 ആണോ -7 ആണോ ചെറുത്? 3 7 നോക്കുമ്പോൾ 3 ആണ് ചെറുത്. പക്ഷെ അതിനൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ വലിയ സംഖ്യ ആയിരിക്കും ചെറുത്. അതായത് നെഗറ്റീവ് നമ്പർ ഇടത്തോട്ട് -1 -2 -3 ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ -3 ആണോ -1 ആണോ വലുത്? വലത് ഭാഗത്തുള്ളതാണ് വലുത്. അപ്പൊ -1 ആണ് വലുത്. കണ്ടോ? നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും വലുത്. അപ്പോ -3 ആണോ -7 ആണോ ചെറുത്? -a ആണ് ചെറുത്. അപ്പൊ അത് ആദ്യം വരണം, പിന്നെ -3 -7 -3. ഇനി y അതേപോലെ 5 1 എന്നാണ്. ചെറുത് 1 ആണ്. അപ്പൊ 1 5 1 5. എതിർമൂലകളായിട്ട് വന്നില്ലേ? -3 -5 ഇതാ, -7 1. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ. എക്സ് നോക്കുമ്പോ -1 -5. ഏതാ ചെറുത്? -5 ആണ് ചെറുത്. ഞാൻ പറഞ്ഞു നെഗറ്റീവ് വരുമ്പോ വലിയ സംഖ്യ ആയിരിക്കും ചെറുത്. അപ്പൊ -5 -1. ഇവിടെയും വരും -5 -1. ഇവിടെ -1. ഇനി y നോക്കുമ്പോ -2 -4. ഏതാ ചെറുത്? വലിയ സംഖ്യയാണ് നെഗറ്റീവ് വരുമ്പോ ചെറുത് വരിക. അപ്പൊ -4 -2 -4 -2. ഇത് നോക്കിയേ, ഓപ്പോസിറ്റ് ആയിട്ട് വന്നില്ലേ? -1 -2 ഇതാ, -5 -4. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരച്ചിട്ട് എതിർമൂലകളായിട്ട് താഴെ മേലേക്ക് ആയിട്ട് വരക്കാൻ പറഞ്ഞത്. ചതുരങ്ങൾ വരച്ചു, ആക്സിസ് വരക്കാത്തന്നെ നമ്മൾ ഓർത്തു വരച്ചു. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക. ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ എക്സ് കൂടും, താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ
y കൂടും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. ഓക്കെ.